മിസ്റ്റർ NS മാധവൻ എന്ന ഇടതുപക്ഷ സഹയാത്രികൻ പറയുകയാണ് പിണറായി 3.0 സാധ്യമാകും എന്നുള്ളത്. അത് കേവലം ഒരു ഇടതുപക്ഷ സഹയാത്രികന്റെ ഒരു വിശ്വാസം മാത്രമാണ്. അല്ല, അങ്ങനെ ഒരിക്കലും NS മാധവൻ നമുക്ക് ചെറുതായി കാണരുത്. ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ CPM സഹയാത്രികനായിട്ടുള്ള ഒരാളൊന്നും അല്ല അദ്ദേഹം. ഓക്കെ, പല നിലപാടുകളും അദ്ദേഹം അനുകൂലമായിട്ട് സ്വീകരിക്കാറുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു ലേബലിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഒരുപാട് അല്ല, ഒരു ബ്രോഡർ ലെഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷെ അത് മാത്രമല്ല, ഇപ്പൊ മനോരമയിലൊക്കെ ലേഖനം എഴുതാറുണ്ട്. ലേഖനമൊക്കെ നല്ല കാമ്പുള്ള ലേഖനങ്ങളാണ് പല മാധ്യമങ്ങളിലും എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനോരമയിൽ തന്നെ ഏറ്റവും ഈ അടുത്ത് തന്നെ അദ്ദേഹം സ്ത്രീ സംവരണത്തെ, വനിതാ സംവരണത്തെ കുറിച്ചൊക്കെ തന്നെ ലേഖനങ്ങൾ എഴുതിയിരുന്നു. ആ ലേഖനങ്ങളെല്ലാം കാര്യകാരണ സഹിതമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, 2021 അദ്ദേഹം ഇതുപോലെ പ്രവചിച്ചിരുന്നു. 80 സീറ്റുകളിലധികം നേടി LDF വീണ്ടും വരും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ പക്ഷെ അന്നേരം 90 സീറ്റിലധികം നേടി വരുമെന്ന് പറഞ്ഞിരുന്നു. അത് കുറെ കൂടി കൃത്യമായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത് ചർച്ച ചെയ്യാൻ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളെയും കുറിച്ച്, അതായത് ആദ്യം 5 ജില്ലകൾ, പിന്നെ 5 ജില്ലകൾ, പിന്നെ 4 ജില്ലകൾ എന്നുള്ള നിലക്ക് 3 എപ്പിസോഡുകളായിട്ട് ഞാൻ നടത്തിയിട്ടുള്ള പ്രവചനത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് 75 സീറ്റുകൾ നേടിയ അധികാരത്തിൽ വരുമെന്നാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടും അത് തന്നെയാണ്. അല്ല, അതിൽ ചെറിയ ഇന്റലിജൻസ് 66 ഷുവർ ആണെന്നുള്ളതാണ്. അതിൽ ഞാൻ പറഞ്ഞിരുന്നത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും 73-നും 78-നും ഇടക്ക്, അതായത് ഇപ്പൊ 2 വല്ല BJP ജയിക്കുകയാണെങ്കിൽ 73-നും 78-നും ഇടക്ക് നേടിക്കൊണ്ട് എന്ത് ചെയ്യാം, അധികാരത്തിലേക്ക് LDF വരുമെന്നാണ് പറഞ്ഞേക്കണത്. എനിക്ക് അത്ഭുതം തോന്നിയത് അതേ കണക്ക് തന്നെയാണ് കൃത്യമായിട്ട് ആര് പറഞ്ഞേക്കണത്, NS മാധവനും പറഞ്ഞേക്കണത്. NS മാധവൻ ഇപ്പൊ മലപ്പുറത്ത് 15, 16, 1 എന്നാണ് പറഞ്ഞേക്കണത്. ഞാനത് തന്നെയാണ് പറഞ്ഞേക്കണത്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി സ്പെസിഫിക്കലി അത് പൊന്നാനിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം അങ്ങനെ പൊന്നാനിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ വയനാട്ടിൽ 3 തന്നെ UDF ജയിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് പറഞ്ഞേക്കണത്. അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് ഞാനും പറഞ്ഞേക്കണത്. അപ്പൊ എനിക്ക് കുറെ കൂടി അദ്ദേഹം ഡീറ്റെയിൽഡായും ഡീപ്പായും പഠിച്ചിട്ട് എഴുതിയേക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ അതുപോലെ തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞേക്കണത് 12-2. താങ്കൾ അറിയേണ്ടത് തിരുവനന്തപുരത്ത് കോവളവും അതുപോലെ തിരുവനന്തപുരം അസംബ്ലി മണ്ഡലവും UDF ജയിച്ചേക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ 2 തന്നെയാണ് മാത്രമേ UDF ജയിക്കുകയുള്ളൂ. ആ 2 മാത്രമേ UDF ജയിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു തോന്നൽ, നമ്മുടെ ഒരു വിലയിരുത്തൽ. അപ്പൊ അത് തന്നെ NS മാധവനെ പോലെ വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം നിസ്സാരക്കാരനല്ലല്ലോ. അദ്ദേഹം സിവിൽ സർവീസ് IAS ഉദ്യോഗസ്ഥനായിരുന്നു. അതുപോലെ തന്നെ വലിയ ഗംഭീരമായിട്ടുള്ള നോവലുകൾ എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെതിരായിട്ടൊക്കെ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഹ്യൂഗിറ്റ എന്ന് പറയുന്ന സിനിമയുടെ കഥ, അദ്ദേഹം ഫുട്ബോൾ താരമാണ്, കൊളംബിയൻ ഫുട്ബോൾ താരമാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അതിന്റെ കഥ എഴുതിയതിനു ശേഷം ആ ഹ്യൂഗിറ്റ എന്ന് പറയുന്ന ഒരു സിനിമക്ക് പേരിടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വലിയ കോലാഹലം ഉണ്ടാക്കിയിരുന്നു. ഞാനന്ന് ABC മലയാളത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് നിശ്ചിതമായി വിമർശിച്ചിരുന്നു. ഇത് അല്പത്തരമാണ് താങ്കളുടെ നിലപാട് എന്നുള്ളത്. കാരണം ഹ്യൂഗിറ്റ എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിൻ്റെതല്ല. അപ്പൊ അത് വേറെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാടുകൾ അല്ലെങ്കിൽ നോക്കിയാൽ ഒരു ലോജിക്കലി കൺവിൻസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഇവിടെയുള്ള ഏതാണ്ട് പ്രീപോൾ സർവേകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് നേരത്തെയും പറഞ്ഞുകൊണ്ടിരുന്നത്. മാതൃഭൂമി മുതൽ മാട്രിക്സ് വരെയുള്ള സർവേകളൊക്കെ ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, അത്ഭുതകരമായൊരു മാറ്റം ഉണ്ടായി. അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് അങ്ങോട്ട് കഴിഞ്ഞതോടുകൂടി പെർസെൻറ്റേജ് കൂടുതലാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തിരിച്ച് UDFന് വലിയ നേട്ടമുണ്ടാവും എന്നുള്ള ചിന്തകളിലേക്ക് എത്തി. അതെങ്ങനെയാന്ന് നമുക്ക് എപ്പോഴും അറിയില്ല. ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇന്ന് വൈകുന്നേരം ഇപ്പൊ എക്സിറ്റ് പോളുകൾ വരുമായിരിക്കും. അതും പക്ഷെ ഒരു ചൂണ്ടുപലക മാത്രമായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. 100% നമുക്കൊന്നിനും വിശ്വസിക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഏതാണ്ട് ഒരു സിംറ്റംസ് ആണ് എന്നുള്ള നിലക്ക് നമുക്ക് അതിനെയൊക്കെ വിലയിരുത്താം എന്നുള്ളതാണ്. സർവേകളും തെറ്റിയിട്ടുള്ള ഒരു ചരിത്രമാണല്ലോ നമുക്കുള്ളത്. ഇപ്പൊ പാർലമെന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം സകല സർവേകളും ഇന്ത്യ ടുഡേയുടെയും സകല സർവേകളും തെറ്റിയിട്ടുള്ള, അല്ല തെറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ആക്സിസ് മൈ ഇന്ത്യയുടെ അടക്കം അല്ലെങ്കിൽ പ്രണയ് റോയുടെ അടക്കം നിരവധി 100% വേണ്ട ആവശ്യമില്ല. 100%-നും ആവശ്യമില്ല. നമ്മളൊരു 90% കാര്യങ്ങൾ, ഒരുപാട് ഭാവിയെ കുറിച്ചാണ് പറയുന്നത്. അതൊരു പ്രഡിക്ഷനാണ്. ആ ഭാവിയെ കുറിച്ച് പറയുമ്പോൾ അയാൾ നടത്തിയിട്ടുള്ള 98 ശരിയായെങ്കിൽ നമ്മൾ പിന്നെ 2 കിടന്ന് തൂങ്ങേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്നത് CP റാഷിദ് നടത്തുന്നതിൽ കൺസിഡർ ചെയ്യാൻ തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞപ്പോ വളരെ മോശമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ CP റാഷിദിന്റെ കാര്യത്തിൽ ആകെയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ CP റാഷിദ് 2024 ലോക്സഭയിലേക്ക് തെറ്റിച്ചാ പറഞ്ഞു. അതും പിന്നെ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല. അല്ല, ഇതൊക്കെ ഓരോരുത്തരും എന്ത് ചെയ്യുന്നതാണ്. ഇപ്പൊ CP റാഷിദ് എന്ന് പറയുന്ന ഒരാള് മറുനാടൻ മലയാളി, മറുനാടൻ ഷാജനും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മനസ്സിലായോ? ഇപ്പൊ തന്നെ അദ്ദേഹം പറയുന്നത് 101 സീറ്റുകൾ കിട്ടുമെന്നുള്ളതാണ്. ഞാൻ വെയിറ്റ് ചെയ്യണം അത് കഴിയാൻ വേണ്ടി. ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്ന അഹങ്കാരവും നിങ്ങൾ പറയരുത്. ഞാൻ CP റാഷിദിനേക്കാൾ നന്നായി ഞാൻ റിസൾട്ട് പ്രൊഡിക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്.
ഓക്കെ, ഞാൻ സി പി രാഷ്ട്രീയ അടക്കം പറയുന്നത് ശ്രദ്ധിക്കേണ്ടെന്നോ അദ്ദേഹം ഒരു എഫേർട്ട് ഇടുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സി പി രാഷ്ട്രീയ അടക്കം നന്നായി എഫേർട്ട് ഇട്ടിട്ടാണ്. പക്ഷെ ഞാനിപ്പോ ഉത്തർപ്രദേശ് അടക്കം, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അടക്കം, ഇവിടെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളടക്കം, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90 സീറ്റിൽ മുകളിൽ കിട്ടുമെന്ന് പറഞ്ഞതടക്കം, അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. തെറ്റിപ്പോയതുണ്ട്. ഇപ്പൊ നിലമ്പൂരിൽ പോയാലും സ്വരാജിന്റെ കേസിലും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ കേസിലും തെറ്റിയിട്ടുണ്ട്. പക്ഷെ അതിൽ രണ്ടിലും സംഭവിച്ചേക്കുന്നത് വേറെ ചില കാര്യങ്ങളാണെന്ന് പറയുന്ന ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തെറ്റിപ്പോയി എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ ആ വിചാരിച്ചെങ്കിൽ പോലും എനിക്ക് എവിടെയാണ് തെറ്റിയത്, വേറെ ഐ വെന്റ് റോങ് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്. കേസിലും 2 മാത്രമേ തെറ്റിയിട്ടുള്ളൂ. അല്ല, അത് ലോക്സഭയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ലോക്സഭയിലേക്ക് നിങ്ങൾ അറിയേണ്ടത് ആർക്കൊക്കെ തെറ്റിയിട്ടുള്ളത്. ഇവിടെ പ്രശാന്ത് കിഷോർ തെറ്റി, തെറ്റാമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ പറയുന്നതിന്റെ പിന്നിൽ ലോജിക്ക് എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കുക. ഇപ്പൊ പ്രശാന്ത് കിഷോർ BJPക്ക് വലിയ നേട്ടമുണ്ടാകും എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് റാഷിദും പറഞ്ഞത്. മനസ്സിലായി. BJP പഴയതിനേക്കാൾ ഭൂരിപക്ഷത്തിലേക്ക് കൂടുമെന്നാണ് പറഞ്ഞത്. അതേസമയം തന്നെ നമുക്കറിയാം മറ്റു ചില സഫോളജിസ്റ്റുകൾ, ഇപ്പൊ മറ്റേ ഇയാളുടെ വൈഫ് അടക്കം, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പരകാല പ്രഭാകർ എന്ത് ചെയ്തു, ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിരുന്നു ഇതിനേക്കാൾ കുറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം ഇപ്പൊ പറയുന്നതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് 220 സീറ്റുകൾ പോലും BJP കിട്ടാൻ സാധ്യതയില്ലെന്നാണ് പറഞ്ഞിരുന്നത്. അതിലും അദ്ദേഹം പറയുന്നതിന് ഒരു ലോജിക്ക് ഉണ്ട്. ഇപ്പൊ പോലും അത് BJP മാനേജ് ചെയ്താണെന്ന് പറയണം, ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാദങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ മറ്റേ പ്രമുഖരായിട്ടുള്ള സഫോളജിസ്റ്റ് ആം ആദ്മി പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന യോഗേന്ദ്ര യാദവ് ഒക്കെ തന്നെ ഇതുപോലെ കുറയുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവരൊക്കെ പറയുന്നതിന് മുമ്പ് ഏതാണ്ട് 1.5 മാസം മുമ്പ് തന്നെ ഞാൻ ക്രൈം ഓൺലൈൻ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ ഞാനിത് പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രവചനവും തെറ്റാതെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഒരു പ്രവചനവും വന്നിട്ടുണ്ട്. തെറ്റാണ് അതൊക്കെ. ഒരു പ്രവചനവും തെറ്റാതെ ഒന്നും ഇരുന്നിട്ടില്ല. അതൊക്കെ നമ്മൾ വെറുതെ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നതാണ്, പറയുന്ന ഒരു കാര്യമാണ്. അതിലൊക്കെ ഞാനൊക്കെ പറഞ്ഞ എല്ലാ പ്രവചനവും വളരെ റെക്കോർഡിക്കലി എന്റെ കൃത്യമായിട്ടുള്ള യൂട്യൂബ് വീഡിയോകളായിട്ട് തന്നെ ഇതിനകത്ത് ഉണ്ട്. എനിക്കറിയില്ല, ഇപ്പൊ ഞാനത് നിഷേധിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ആദ്യം കേട്ടത് പഞ്ചായത്തുകളിലെ ചില പ്രവചനങ്ങളൊക്കെ തന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നു. ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഗണിതം ഉപയോഗിച്ചാണ് അദ്ദേഹം നിഗമനങ്ങളിലേക്ക് എത്തുന്നത് എന്നൊക്കെ പറഞ്ഞു. 90 സീറ്റ് UDF ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പൊ തെറ്റില്ല എന്നും നമുക്ക് 100% പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള ചില ആളുകൾ പറഞ്ഞത് ശരിയാവുകയും ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായ പ്രശാന്ത് കിഷോർ പറഞ്ഞത് തെറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശാന്ത് കിഷോർ വളരെ മോശപ്പെട്ട ആളാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ പിന്നിൽ ചില പ്രശാന്ത് കിഷോറിനും തെറ്റാണെന്നുള്ള, അല്ല തീർച്ചയായിട്ടും അതുണ്ടെന്നേ, അത് ലോജിക്കാണ്. ആ ലോജിക്കിൽ ചിലപ്പോൾ അയാൾ പറയും. ഇപ്പൊ ഞാൻ പറയാം, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അമ്പരന്ന് പോയി. BJPക്ക് വലിയ തിരിച്ചടി. കാരണം എന്താ വെച്ചാൽ ബീഹാറിൽ നിങ്ങൾ അറിയേണ്ട വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ തന്നെ അവിടെ തോറ്റത് എങ്ങനെയാണെന്ന് അറിയാമോ? ആ തോറ്റത് ഇപ്പൊ യഥാർത്ഥത്തിൽ നിതീഷ് കുമാർ യാദവിന്റെ പാർട്ടി, മനസ്സിലായോ, ജനതാദൾ യു, ഈ പറയുന്ന പോലെ നിതീഷ് കുമാറിന്റെ പാർട്ടി തോറ്റത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റേ രാംവിലാസ് പാസ്വാന്റെ മകന്റെ പാർട്ടി, ആ പാർട്ടി അവിടെ വലിയ തോതിൽ വോട്ട് പിടിച്ചതുകൊണ്ടാണ്. മനസ്സിലായി. രാംവിലാസ് പാസ്വാന്റെ ചിരാഗ് പാസ്വാനും ഇത്തവണ ആരുടെപ്പോഴാണ് നിൽക്കുന്നത്? BJPയുടെ NDAയുടെ ഒപ്പമാണ്. ആ പാർട്ടിക്ക് വലിയ തോതിൽ വോട്ട് പിടിച്ചിട്ടുണ്ട് ആ പാർട്ടി. ആ വോട്ട് പിടിച്ചുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ ജനതാദൾ യുണൈറ്റഡ് 40 സീറ്റുകളിലേക്ക് ഒതുക്കി പോയത്. മനസ്സിലായി. ആ ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഇപ്പൊ ഇവരുടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി തന്നെ അപ്പൊ തന്നെ അഡ്വാൻറ്റേജ് ആർക്കായി? BJPക്ക്, NDA പക്ഷത്തിനായി. മനസ്സിലായോ? ഇത് മനസ്സിലാക്കാൻ പോലും ഞാൻ പറയുന്നത് ചില ലോജിക്കുകൾ വേണമല്ലോ എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് ഇപ്പൊ നാളെ CP റാഷിദിന് തെറ്റുപറ്റി, പ്രശാന്ത് കിഷോറിന് തെറ്റുപറ്റി, അല്ലെങ്കിൽ വേറെ ആർക്കും രതീഷ് ചക്രവർത്തിക്ക് തെറ്റുപറ്റി, അതിനൊന്നും മറികടക്കാൻ ലാലു പ്രസാദ് യാദവിന് കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. ലാലു പ്രസാദ് യാദവിന് കഴിയില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ അവിടെ സോളിഡ് ആയിട്ട് ഇത്തരത്തിലുള്ള തേജസ്വി യാദവിനൊന്നും അത് കഴിയില്ല എന്നുള്ളത് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി കൃത്യമായി പരിശോധിക്കുന്ന ആർക്കും എന്ത് ചെയ്യും, മനസ്സിലാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കേരളത്തിൽ നിങ്ങളിപ്പോ രതീഷ് ചക്രവാണിക്ക് ഇനി തെറ്റിന്ന് പറഞ്ഞാൽ പോലും എനിക്കുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കേരളത്തിൽ ഇരുന്നാണ് ഇന്ത്യയിലെ ഈ പറയുന്ന ഇത്രയും സംസ്ഥാനങ്ങളിലെ ഫലം ഞാൻ എന്ത് ചെയ്യുന്നത്, എവിടെയൊക്കെ കുറയുമെന്ന് പറയുന്നത്. അല്ല, നമുക്ക് അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. നമുക്ക് മറ്റേ 50,000-ഓളം ലേഖകര് ഈ എല്ലാ ബൂത്തിലും പോകാനുണ്ടോ? ഗ്രൗണ്ട് റിപ്പോർട്ട് നടത്തിയിട്ടും അവരുടെ പ്രവചനം ഈ മാധ്യമങ്ങളൊക്കെ മനോരമ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സെറ്റപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത്തരത്തിലുള്ള വലിയ സെറ്റപ്പുള്ള ആളുകൾക്ക് പോലും എത്ര വലിയ മണ്ടത്തരമാണ് അവർ പറഞ്ഞേക്കണം. കഴിഞ്ഞ തവണ തന്നെ മറ്റേ ഇയാളെ തോപ്പിച്ചില്ലേ,
ആരാ? മുഹമ്മദ് റിയാസിനെ തോപ്പിച്ച് പുള്ളി വീട്ടിലെത്തിയാണ്. അത് മാത്രമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞിരുന്നത് BJPക്ക് ഇനി അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ നേരിടാൻ പോവുകയാണ്, പല സംസ്ഥാനങ്ങളിലും BJP തകർന്നടിയുമെന്നാണ് സർവരും പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയുമല്ല നടന്നത്. അങ്ങനെയല്ല നടന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ഇപ്പൊ പറയണതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം എടുത്തിട്ട് കാര്യമില്ലേ. ഇതിൽ നമ്മൾ അവരെന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഹരിയാനയിൽ അത്തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കഴിഞ്ഞ തവണത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം എത്രയെന്ന് അറിയോ? ഏതാണ്ട് 11,500 വോട്ടിന്റെ വ്യത്യാസമുള്ളൂ. ഈ ഹരിയാനയിൽ ഇപ്പൊ പോലും BJP അധികാരത്തിൽ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ളത് 1,28,000 വോട്ടിന്റെ വ്യത്യാസം ഉള്ളൂ. പക്ഷെ ടോട്ടൽ സീറ്റുകളുടെ എണ്ണം വരുമ്പോൾ അത് മാറും. മനസ്സിലായി? അപ്പൊ നിങ്ങളിപ്പോ പറയണേ, ഞാനിപ്പോ പറയാണ് ഹരിയാനയിൽ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തോറ്റുപോയില്ലേ എന്ന് മാത്രം ഒരു സാധാരണ പെർസെപ്ഷനിൽ അത് ചിന്തിച്ചിട്ട് കാര്യം. പക്ഷെ എല്ലാവരും ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിക്കുള്ളൂ. മനസ്സിലായ? എനിക്കിപ്പോ നിലമ്പൂർ, താങ്കളിപ്പോ പറഞ്ഞില്ലേ നിലമ്പൂർ തെറ്റിയെന്ന്. ഞാനിപ്പോ സത്യം പറഞ്ഞ ഒരു കാര്യം കൂടി താങ്കളോട് പറയാം. നിലമ്പൂരിൽ അവസാനത്തെ 2.5 ദിവസം അവിടെ PV അൻവർ എന്ത് ചെയ്തിട്ടേ ഇല്ല, പ്രവർത്തിച്ചിട്ടേ ഇല്ല. ഉച്ചക്ക് 1:30 PV അൻവർ ഒരു പത്രസമ്മേളനം വിളിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ പത്രസമ്മേളനം കേട്ടുകൊണ്ട് നിന്ന, ലൈവായി കേട്ടുകൊണ്ട് നിന്ന ഒരാളാണ് ഞാൻ. അവിടെ തന്നെ നിന്നുകൊണ്ട് ആ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ നിരവധി മാധ്യമ പ്രവർത്തകരുണ്ട്. അന്ന് യഥാർത്ഥത്തിൽ PV അൻവറിന്റെ ടോണും ടോക്കും എല്ലാം മാറിയത് ശരിക്കും ജനം തിരിച്ചറിഞ്ഞതാണ്. അന്ന് വൈകുന്നേരം തന്നെ സ്മൃതി, അതായത് തലേ ദിവസം, അതായത് ഈ നിശബ്ദ പ്രചരണത്തിന് തൊട്ടു മുമ്പത്തെ ദിവസം പ്രചരണം അവസാനിച്ച് കൊട്ടിക്കലാശം കഴിഞ്ഞ്, കൊട്ടിക്കലാശം PV അൻവർ നടത്തിയില്ല, കൊട്ടിക്കലാശം കഴിഞ്ഞ അന്ന് രാത്രി യഥാർത്ഥത്തിൽ സ്മൃതി പരുത്തിക്കാട് നടത്തിയിട്ടുള്ള ചർച്ചയിലിരുന്ന് സജീവൻ പറയുന്ന ബൈറ്റുണ്ട്. ഇത് തെളിവായിട്ട് കിടക്കാണ്. ആ സജീവൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാധ്യമപ്രവർത്തകൻ പറയുന്നത് PV അൻവർ ഏതാണ്ട് പിന്മാറിയിരിക്കുന്നു, UDF-ഉമായിട്ടൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. ആ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ക്ലിപ്പ് മുഴുവൻ എടുത്ത് പിറ്റേ ദിവസം, അതായത് നിശബ്ദ പ്രചരണം നടക്കുമ്പോൾ എല്ലാ വീടുകളിലും കാണിച്ച ആളുകളുടെ ഇന്ന് വോട്ട് പറിക്കാനുള്ള ഒരു വലിയ ചാൻസ് കിട്ടുകയാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ PV അൻവർ അവർ 2 തവണ MLA ആയിരുന്ന ഒരാളാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം ഒറ്റക്ക് മത്സരിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് ആലോചിക്കണം. ഈ ഒറ്റക്ക് മത്സരിക്കാൻ വേണ്ടി വലിയ പ്രചരണം നടത്തുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയാണ്? യഥാർത്ഥത്തിൽ വേണമെങ്കിൽ ഒരു 30,000 വോട്ട് PV അൻവർ പിടിച്ചേക്കാമെന്നാണ് എന്റെ പ്രതീക്ഷ അന്നും ഇന്നും ഉള്ളത്. എനിക്ക് അതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. ഈ മറ്റേ ഇതിന്റെ കാര്യത്തിൽ, അതായത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തെറ്റുപറ്റിയോ എന്നെനിക്ക് സംശയമുണ്ടായി. ആ സംശയമുണ്ടായി. കാരണം എന്താ വെച്ചാൽ എന്റെ സങ്കടം എന്താണെന്നറിയോ? ഞാൻ 8 മാസം 9 മാസം വളരെ കഠിനമായി വർക്ക് ചെയ്തൊരു ഏരിയയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇലക്ഷൻ തൊട്ട് മുമ്പ് വരെ, ഇലക്ഷൻ 2 മാസം മുമ്പ് വരെ. അപ്പൊ എനിക്കറിയാം 28% നിന്ന് 40% ഒരു വോട്ട് എത്തിക്കണമെങ്കിൽ വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ആയിരിക്കും. അത് BJPക്ക് കഴിയില്ല എന്ന് ഗ്രൗണ്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരാളാണ് ഞാൻ. പക്ഷെ അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട ഒരു സ്ഥലത്ത് എനിക്ക് തെറ്റിയെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യില്ലേ? ഞാൻ വളരെ വിശദമായി ഇത് പരിശോധിച്ചു. 3 മാസം എടുത്തു ഞാനത് പരിശോധിക്കാൻ. ആ 3 മാസം കൊണ്ട് ഞാൻ എൻ്റെ ഓഫീസിൽ ടീം അടക്കമുള്ള നിരവധി ആളുകളിൽ നിന്ന് പരിശോധിച്ചപ്പോഴാണ് കണ്ടെത്തിയത് കേരളത്തിൽ ആദ്യമായത് വിളിച്ചു പറഞ്ഞത് ഞാനാണ്. KM ഷാജഹാന്റെ പ്രതിപക്ഷം എന്ന് പറയുന്ന ചാനലിൽ അദ്ദേഹം എന്നെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് ആദ്യം പുറത്തു കൊണ്ടുവന്ന രതീഷാന്ന്. എന്താണെന്നറിയോ? കേരളത്തിൽ മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിലും ഇല്ലാത്തതുപോലെ 80,000 വോട്ടുകളുടെ വർധനമുണ്ടായി അവിടെ. 80,000 വോട്ടുകളുടെ വർധന. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം. ഒരു കാര്യം കൂടി പറയാം. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം താങ്കളോട്. 1,19,000 വോട്ടുകൾ വർദ്ധിച്ചത് എപ്പോഴാണെന്നറിയാമോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വോട്ടർ പട്ടിക വരുന്നതിന് മുമ്പ് അവസാനം വോട്ട് ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയിലാണ് 1,19,000 വോട്ടുകൾ വർദ്ധിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് ഓക്കെ അത് തെറ്റിപ്പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരാളുടെ എഫേർട്ടിനെയും കുറച്ച് കാണുന്നില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ പേരുകളോ സാധാരണയായി ഒരു നിഗമനം നടത്തുന്ന ആളോ പോലും എടുക്കുന്ന ഒരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് എന്താണ്? മിണ്ടാതിരുന്നാൽ ഒരു ചീത്തപ്പേരും ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ വലിയ തോതിൽ എഫേർട്ട് ഇട്ടിട്ട് അത് തെറ്റിപ്പോവാം. ഇപ്പൊ എനിക്ക് അറിയാം, ഇന്ത്യ ടുഡേക്ക് വേണ്ടി ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ നടത്തിക്കൊണ്ടിരുന്നത് പ്രദീപ് ഗുപ്തയാണ്. പ്രദീപ് ഗുപ്ത കഴിഞ്ഞ തവണ എനിക്ക് വലിയ സങ്കടം തോന്നി. അദ്ദേഹം ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന വലിയ ഏജൻസിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവർ വലിയ പണം മുടക്കി കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും 40,000 50,000 പേരുടെ റിപ്പോർട്ട് എടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ആ തരത്തിലുള്ള ആൾക്ക് പോലും കഴിഞ്ഞ തവണ അദ്ദേഹം നരേന്ദ്രമോദിയും BJPയും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് തെറ്റിപ്പോയപ്പോൾ അദ്ദേഹം ആ ഫ്ലോറിൽ ഇരുന്ന് പൊട്ടിക്കരയുന്നത് നമുക്ക് കാണാം. പൊട്ടി കരയാണ്. അല്ല, അതിനുശേഷവും അവർ പറഞ്ഞല്ലോ, അതിനുശേഷം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി BJPക്ക് വലിയ തകർച്ചയാണ് ഉണ്ടാകുന്നത് പറയാം. അല്ല അതാ പറഞ്ഞു, അത് തെറ്റായ റോങ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഇതിൽ നമ്മളൊരു എന്താ പറയാ, നമ്മളെ ബ്ലഡും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ കംപ്ലീറ്റ്ലി നമ്മുടെ മൈൻഡും എല്ലാം തന്നെ ഇതിനകത്തേക്ക് ഇട്ട് അത്രയും വോൾ ഹേർട്ടഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടാലേ ഇത് എന്ത് ചെയ്യുള്ളൂ,
സാധ്യമാവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ മാത്യു സാമുവലിന്റെ ചാനലിൽ ഇരുന്നിട്ടാണ്, അതായത് അന്ന് ഒരു പ്രോ സംഘപരിവാർ നിലപാടെടുക്കുന്ന ഒരു ചാനലിൽ ഇരുന്നിട്ടാണ് ഞാൻ എല്ലാ തെറിയും കേട്ടത്. എന്താണെന്നറിയാമോ? കർണാടക ഇലക്ഷന്റെ റിസൾട്ട് ഞാൻ പ്രവചിച്ചു. അന്ന് ഞാൻ പറഞ്ഞത് 130നും 150നും ഇടക്ക് സീറ്റുകൾ നേടി UDF കോൺഗ്രസ് അധികാരത്തിൽ ഭയങ്കര തെറിയായിരുന്നു താഴെ. അതിനുശേഷം ഒരു 20 സീറ്റുകളിൽ താഴേക്ക്, അതായത് വോട്ടിംഗ് പെർസെന്റേജ് കൂടി ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല, വലിയ തോതിലുള്ള തിരിച്ചടി ജനതാദളിന് അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ BJPക്ക് വോട്ടുകൾ കുറയും എന്നുള്ളതും സീറ്റുകൾ കുറയും എന്നുള്ളതും ഞാൻ കൃത്യമായി പറഞ്ഞു. അത് കൃത്യമായി സംഭവിച്ചു. കറക്റ്റ് 135 സീറ്റാണ് അവിടെ ആർക്ക് വന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു, 10ൽ 9 പോലും ഒരുത്തൻ ഗംഭീരമായി പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അപാരമായിട്ടുള്ള മിടുക്കാണ്. ഇതിൽ ഒരെണ്ണം പോലും പറയാൻ പറ്റാത്ത ആളുകളെക്കാൾ കൂടുതൽ അവന് കേൾക്കാം. ഇനി വേറൊരു അവകാശവാദവും കൂടി ഞാൻ പറയട്ടെ. ഇവിടെ നിന്ന് എന്നെ പുകഴ്ത്തുന്നത് ശരിയല്ല, പക്ഷെ ഞാനൊരു കാര്യം കൂടി പറയാം. ഞാൻ ഒറ്റക്ക് കണ്ടെത്തിയ കാര്യങ്ങളാണ് 2021 മുതൽ ഇതുവരെയുള്ള 8 സർവേകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഗ്രൗണ്ട് റിപ്പോർട്ടോ അല്ലെങ്കിൽ വലിയ തോതിൽ ഫണ്ടോ അല്ല ആളുകളോടൊന്നും മുടക്കാതെ ഞാൻ എന്റെ പേഴ്സണൽ എഫേർട്ട് ഇട്ടിട്ടാണ്, ഞാൻ യാത്ര ചെയ്തിട്ട് മാത്രമാണ്. ഞാൻ താങ്കളോടൊരു കാര്യം കൂടി പറയാം. ഞാൻ സിസ്റ്റമാറ്റിക്കലി സർവേ നടത്തിയ ഒരു സ്ഥലത്തും എനിക്ക് ഇതേപോലെ ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഞാൻ നിലമ്പൂർ നടത്തിയതാണ്. നിലമ്പൂർ നടത്തി കിടക്കുന്ന സർവേ എന്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. 32,000 വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് PV അൻവർ കൂടെ നിൽക്കുമ്പോൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. PV അൻവർ പിടിച്ച വോട്ട് 19,820 പ്ലസ് പുള്ളിയുടെ ഭൂരിപക്ഷം 11,000 കൂടി എത്രയായി? കറക്റ്റ് 32,000 വോട്ടിലേക്ക് എത്തും. മനസ്സിലായി? ആ ഭൂരിപക്ഷമാണ്. അതുപോലെ കാലിക്കറ്റ് കോർപ്പറേഷനിൽ ഞാൻ സർവേ നടത്തി പറഞ്ഞിരുന്നത് അക്ഷരം പ്രതി കൃത്യമായിട്ടാണ് വന്നേക്കണം. 26 സീറ്റുകൾ LDFന് കിട്ടും. ഏറ്റവും കുറഞ്ഞ 26 സീറ്റുകൾ UDFന് കിട്ടുമെന്ന് പറഞ്ഞു. കോർപ്പറേഷനിൽ 31 വരെ കിട്ടാമെന്ന് പറഞ്ഞു. 5 സീറ്റുകൾ കിട്ടിയില്ല, 26 കിട്ടിയുള്ളൂ. 5 സീറ്റുകൾ പോയത് എത്ര വോട്ടിനാണെന്നറിയോ? 143 വോട്ടുകൾക്കാണ് പോയത്. അതുകൊണ്ട് നിങ്ങൾ പണം മുടക്കി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കണ്ടെത്താൻ കഴിയും. ഒരു സംശയമില്ല. അതിൽ 10ൽ നിങ്ങൾ അറിയേണ്ടത് 100 എണ്ണം നടത്തിയാൽ 95 എണ്ണവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം കൂടി പറയാം. ആ പണം ഇറക്കുന്നതിലൊക്കെ കോംപ്രമൈസ് ചെയ്താൽ ശരിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ ഇന്ന് താങ്കൾ അറിയേണ്ടത് PV അൻവറിന്റെ സർവേ കൂടി വന്നിട്ടുണ്ട്. ഞാൻ താങ്കളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ അതിന്റെ സർവേ എടുത്താൻ പറയുമ്പോൾ ഞാൻ പറയും ഇത്ര എമൗണ്ട്. അപ്പൊ അവർ പറയും ഇത്ര എമൗണ്ട് അല്ല, അതിന്റെ പകുതി എമൗണ്ടിന് ചെയ്തു തന്നാൽ മതി, നിങ്ങളത് വെറുതെ ചെയ്തു തന്നാന്ന് പറയും. വെറുതെ നമ്മൾ ചെയ്തു കൊടുക്കൂല. എന്താ കാര്യം എന്നറിയോ? ഈ സാമ്പിൾ സൈസ് എടുക്കുന്നതിലും ആ സാമ്പിൾ കണ്ടെത്തുന്നതിലും കൃത്യമല്ലെങ്കിൽ ഈ സർവേ എന്ത് ചെയ്യാം? തെറ്റാ. മനസ്സിലായി? സർവേ തെറ്റാ. സാമ്പിൾ എടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. അതായത് കൃത്യമായിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ ശരിക്കും പറഞ്ഞാൽ 300-350 സാമ്പിൾ എടുത്താൽ മതി. മനസ്സിലായോ? അല്ലാതെ 10,000 പേരെ എടുക്കണ്ട. 350 സാമ്പിൾ എടുത്താൽ പോലും കൃത്യമായിരിക്കും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, 350 എണ്ണം എടുക്കുന്നത് ആളുകൾ ഏതാണെന്ന് കണ്ടെത്താൻ നമ്മൾ ഒരു 2,000 പേരെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. ആ 2,000 പേരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, അതായത് ഇത് പോണ ആളുകൾ തരുന്ന ഇൻഫർമേഷൻ പോലും തെറ്റാണെങ്കിൽ പരിപാടി തകർന്ന് തരിപ്പണം ഇപ്പം. അതുകൊണ്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടണം. അല്ല, ചിലവര് മനസ്സിലുള്ളതല്ല പറയുന്നത്, മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ഓപ്പോസിറ്റ് പറയും. ഓപ്പോസിറ്റ് പറയാൻ പറ്റില്ല. ഇതിൽ എന്താ കാര്യം എന്ന് അറിയാം? താങ്കളോട് കാര്യോട് പറയാൻ പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളോട് 10 ചോദ്യം ചോദിക്കുമ്പോൾ 10 ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കോൺട്രാഡിക്ഷൻ വരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാണ് LDF ജയിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു, പക്ഷെ ഇവിടത്തെ MLA അയാൾ ഒരു കൊള്ളൂലെന്ന് എന്ത് ചെയ്തു പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വോട്ട് LDFനായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പൊ MM ലോറൻസ് ഇവിടെ മത്സരിച്ചിരുന്നു തൃപ്പൂണിത്തുറയിൽ. അപ്പൊ MM ലോറൻസിന് വേണ്ടി ചുവരെഴുതിക്കൊണ്ടിരിക്കുന്നവൻ തന്നെ പറയുന്നത് MM ലോറൻസ് അയാൾ വെറും കഞ്ഞിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പോലും കിട്ടില്ല വോട്ട്. ഇതിന്റെ ഒരു കോമഡി കൂടി പറഞ്ഞുതരാം. MM ലോറൻസ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം. MM ലോറൻസ് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് വണ്ടിക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം നേരെ ഒരു ഓട്ടോ പിടിച്ച് കലൂരുള്ള വീട്ടിലേക്ക് പോവാണ്. അപ്പൊ കലൂരിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അയാൾ ചോദിച്ചു ലോറൻസ് ചോദിച്ചു എന്തൊക്കെയുണ്ട്, ഇലക്ഷനൊക്കെ അല്ലേ, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ സാറേ ഞാൻ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. അപ്പൊ തൃപ്പൂണിത്തുറയിൽ എങ്ങനെയാണ്, ഞാൻ LDF ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം, പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സാറേ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വെറും കഞ്ഞിയാണെന്ന്. ആരോട്? പുള്ളിയെ മത്സരിക്കണ. പുള്ളി തിരുവനന്തപുരം വരെ പോയിട്ട് തിരിച്ചു വന്നാണ്. അപ്പൊ പുള്ളിയോട് പറഞ്ഞ് MM ലോറൻസിന്റെ എന്നോട് പറയുകയാണ് ഞങ്ങളുടെ അവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വെറും കഞ്ഞിയാണ്, അതുകൊണ്ട് ജയിക്കില്ലെന്ന് പറയണം. ഇറങ്ങിക്കഴിഞ്ഞിട്ട് പുള്ളി ചോദിച്ചു സാറിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ താങ്കൾക്ക് എന്നെ അറിയാം എന്ന് പറഞ്ഞു MM ലോറൻസ്. അപ്പൊ എന്താന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ കഞ്ഞിയില്ല, അത് ഞാനാണ് തൃപ്പൂണിത്തുറയില് മത്സരിക്കും. ഓട്ടോറിക്ഷക്കാരൻ സോറി പറഞ്ഞു. പുള്ളി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ സത്യം പറഞ്ഞാന്ന് പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് K ബാബു ജയിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ വളരെ ബുദ്ധിപരമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടും. ഇപ്പൊ ഞാൻ കാലിക്കറ്റ് കോർപ്പറേഷനിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് മുസാഫർ അഹമ്മദ്
പരാജയപ്പെടുമെന്ന്. ഞാൻ അവിടുത്തെ CPIയുടെ ഓഫീസിൽ പോയിരുന്നു. ഞാൻ CPMന്റെ നേതാക്കളോട് സംസാരിച്ചു, ഇവരോട് സംസാരിച്ചിരുന്നു. ആരും പറഞ്ഞില്ല എന്നോട് മുസാഫിർ അഹമ്മദ് തോക്കുമെന്ന്. ഒരാൾ പോലും പ്ലെയിനായിട്ട് എന്നോട് മുസാഫിർ അഹമ്മദ് തോക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 5 പേരോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെന്താണെന്ന്. പിന്നെ ഞാൻ 5 പേരെ കൂടി സംസാരിച്ചു, എന്ത് ചെയ്തു, ഒന്ന് റീകൺഫേം ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള റിപ്പോർട്ട് അത്രയും ആളുകൾ ഉണ്ടായിരുന്നു. BJP ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് 3 ദിവസം മുമ്പ് പറഞ്ഞു. സത്യത്തിൽ അവിടെ മൂന്ന് വാർഡുകളിൽ BJP ജയിച്ചത് അവസാന നിമിഷത്തെ കാര്യം കൊണ്ടാണ്. അതായത് താങ്കൾ അറിയേണ്ടത്, നവ്യ ഹരിദാസ് അടക്കമുള്ള ആളുകൾ അവിടെ ജയിച്ചത് ഏറ്റവും ഒടുവിൽ BJP വലിയ പണം മുടക്കി നടത്തിയിട്ടുള്ള പ്രചാരണം കൊണ്ടാണ്. എന്ന് പറഞ്ഞൊരു പെട്ടെന്നൊരു ഹൈപ്പ് ഉണ്ടാക്കുമല്ലോ, ഇവരായിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന് തോന്നൽ ഉണ്ടാക്കിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കി. ആ ഹൈപ്പ് തന്നെ ഉണ്ടാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വലിയ വോട്ട് തിരുവനന്തപുരത്ത് നേടിയത്. മനസ്സിലായി? പണം ഇറക്കിയുള്ള ഒരു വലിയ ഹൈപ്പ് അങ്ങോട്ട് സൃഷ്ടിക്കണം. ഇത്തവണ അദ്ദേഹത്തിന് അതാ ഈ പറയുന്ന തീരദേശ മേഖലയിൽ ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല, പണം ഇറക്കിയിട്ട് സൃഷ്ടിക്കാൻ കഴിയില്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള കാറ്റഗറിയുള്ള ജനങ്ങളുണ്ട്, അതൊക്കെ വലിയ മാറ്ററാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അർബൻ മേഖലയിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്ട് നിങ്ങൾ ഒരിക്കലും പണക്കൊഴുപ്പിന്റെ ഒരു പ്രചരണം കൊണ്ട് വലിയ ഗ്രാമങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിയണമെന്നില്ല. മനസ്സിലായോ? ഇപ്പൊ ഉത്തർപ്രദേശില് എങ്ങനെയാണ് BJP അധികാരത്തിലേക്ക് വന്നെന്നുള്ളത് ഈ നാട്ടിലെ ഓരോ രാഷ്ട്രീയക്കാരനും സത്യം പറഞ്ഞാൽ ക്ലാസ് എടുക്കാൻ ഞാൻ തയ്യാറാണ്, പഠിക്കേണ്ടതാണ്. 3 കൊല്ലം എങ്ങനെയാണ് അമിത്ഷാ അവിടെ വർക്ക് ചെയ്തത്, എങ്ങനെയാണ് ഓരോ ഗ്രൗണ്ട് ലെവലിൽ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്തത്, എങ്ങനെയാണ് 1.5 ലക്ഷത്തോളം യൂണിറ്റുകൾ ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഡൽഹി തെരഞ്ഞെടുപ്പ് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇന്തോനേഷ്യയിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് ടിക്ടോക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ജയിച്ചത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതൊരു വലിയ പാഷനേറ്റ് ആയി ചെയ്യേണ്ട ഒരു പണിയാണ്. ഇതൊരു നെവർ എൻഡ്ലെസ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ താങ്കളൊക്കെ പറയുന്നത് ചിലപ്പോ ഇവിടെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഞാൻ ക്രൈം ഓൺലൈനിൽ ഇരുന്നാണ് ഇന്റർവ്യൂ കൊടുത്തത്. അതിന്റെ താഴെ വന്ന് നിരവധി പേര് എന്നോട് പറഞ്ഞിരുന്നു, ഇത് ഒരു ഉളുപ്പില്ലല്ലോ, എന്നിട്ട് വന്ന് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. എനിക്ക് ഉളുപ്പേണ്ട ആവശ്യമില്ല, കാരണം എനിക്കറിയാതെ എന്തുകൊണ്ടാണ് തോറ്റത്. എനിക്കറിയാം അത് എന്തുകൊണ്ടാണ് തോറ്റതെന്ന്. പക്ഷെ എന്റെ ചില കാര്യങ്ങൾ കൊണ്ടിട്ട് എനിക്ക് ഇപ്പോഴും അതിന്റെ മുഴുവൻ കാര്യവും പറയാൻ കഴിയില്ല. ഇപ്പൊ നാളെ താങ്കളെ അല്ല, ജനങ്ങൾ സംശയിച്ചോട്ടെ, നമ്മളെ സംബന്ധിച്ചോളം ജനങ്ങളല്ലല്ലോ, പ്രധാനപ്പെട്ട ആളുകൾക്കെല്ലാം അതിന്റെ കാര്യം കൃത്യമായിട്ട് അറിയാം. മനസ്സിലായ? എന്നോട് സത്യം പറഞ്ഞ് ഞാനിതിൽ പരാജയപ്പെട്ടിട്ട് എനിക്ക് പിറ്റേ ദിവസം രാവിലെ പറഞ്ഞ ഒരു പ്രമുഖനായ ഒരാളുടെ കോളാണ്. അതിന്റെ കോള് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് നടന്നില്ല, പക്ഷേ പ്രശ്നമില്ല, നിങ്ങൾ പറഞ്ഞതായിരുന്നു കറക്റ്റ്, ഇതാണ് പറഞ്ഞത്. അത് നടക്കേണ്ടത്. ഭാഗ്യത്തിന് ഞങ്ങൾ അതിൽ എന്ത് ചെയ്തു, രക്ഷപ്പെട്ടു എന്നാണ്. എന്ന് പറഞ്ഞാൽ UDF-ലെ ഘടകകക്ഷിയുടെ ഒരു വലിയ നേതാവാണ്. അദ്ദേഹത്തോട് ഞാനിത് 3 ദിവസം മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. ആ 3 ദിവസം മുമ്പ് പറഞ്ഞപ്പോൾ അതെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് ചോദിച്ച ഒരാളാണ്. മനസ്സിലായേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത്, അതൊന്നും നമുക്കിപ്പോ പരിപൂർണമായിട്ടും ചില കാര്യങ്ങൾ മുഴുവനായിട്ടും അങ്ങോട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ചിലപ്പോൾ ബുക്ക് എഴുതുമ്പോഴൊക്കെ പറയാൻ പറ്റും. ഇപ്പൊ രാമൻ പിള്ളയൊക്കെ ബുക്ക് എഴുതിയപ്പോഴാണല്ലോ പറഞ്ഞത്, മറ്റേ BJP കോൺഗ്രസ് ആയിട്ടൊരു ഡീല്, കോലിബി സഖ്യം ഉണ്ടാക്കിയിരുന്നു. മുസ്ലിം ലീഗ് അതിന് എഫേർട്ട് എടുക്കുമെന്ന് വിചാരിച്ചില്ല, മുസ്ലിം ലീഗ് അതിനു വേണ്ടി എഫേർട്ട് എടുത്തിരുന്നു എന്നുള്ളത് ഓർക്കണ്ട. ആരായിട്ട് സഖ്യം ഉണ്ടാക്കാനാണ്? BJP-യുമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ. ആ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ സംഭവിക്കും, അതുകൊണ്ട് ഇതിൽ കാര്യമൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ തമാശ, ഇപ്പൊ ഇന്ന് PV Anwar ഇതുമായിട്ട് വന്നിട്ടുണ്ട്. ബേപ്പൂർ അദ്ദേഹം ജയിക്കും, കൂടാതെ 86 സീറ്റുകളിൽ എന്ത് ചെയ്യും, വരും. പുള്ളി സർവേ നടത്തി എന്നാണ് പറയുന്നത്.